ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് നന്നായി അനലൈസ് ചെയ്താൽ തന്നെ ഒരുവിധം ഈ ഒരു അപ്രിസെറ്റിംഗ് പോർട്രേറ്റ്സ് കവേർഡായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ എക്സ്പ്രഷൻ കോറസ് ഹൈപ്പനീയം. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ജസ്റ്റ് മനസ്സിൽ ഓർത്താൽ മതി. എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഓട്ടു സ്കൈലാർക്ക്, PB ഷെല്ലി ചെയ്തിട്ടുള്ള ഓട്ടു സ്കൈലാർക്ക് എന്നൊരു പോയത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് 2 or 3 സെൻറ്റൻസിൽ എഴുതാൻ പാടുള്ളൂ. ഓവറായിട്ട് എഴുതി കഴിഞ്ഞാൽ സമയം പോവും. അതേപോലെ തന്നെ ഒരു നെഗറ്റീവ് ഇംപ്രഷനും കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് മാക്സിമം ഓവറായിട്ട് എഴുതാതിരിക്കുക. മാക്സിമം 2 or 3 സെൻറ്റൻസ്. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് എ സോങ് വിച്ച് ഇസ് സങ് ഇൻ ദ മാരേജ് സെറിമണി ഓഫ് ദി കോറസ് ബൈ ദി യങ് ഗേൾസ് ആൻഡ് ബോയ്സ്. അതായത് ഈ കോറസ് ഹൈമനിയൽ എന്ന് പറഞ്ഞാൽ ഒരു സോങ്, അതായത് ഈ മാരേജ് സെറിമണിയുടെ സമയത്ത് ഈ യങ് ബോയ്സ് ആൻഡ് ഗേൾസ് പാടുന്ന ഒരു സോങ് ആണ് ഇത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത് ഓട്ടു സ്കൈലാർക്ക്, PB ഷെല്ലി എഴുതിയിട്ടുള്ള ഓട്ടു സ്കൈലാർക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ എക്സ്പ്രഷൻ ഫീസ്റ്റ് ഓഫ് ലോസസ് ആൻഡ് വാട്ട് ഇറ്റ് കൺവേ? ഫീസ്റ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞാൽ ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓക്സിമോറനാണ്. നമ്മൾ മുന്നേ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അതായത് 2 കോൺട്രഡിക്ടറി വേർഡ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതാണ് ഈ ഒരു ഓക്സിമോറൻ എന്ന് പറയുന്നത് വേർഡ്. നമ്മൾ ആ ഒരു പോർഷൻ മുന്നേ എടുത്തിട്ടുണ്ട്. അതായത് വിരോധാഭാസം എന്ന് പറഞ്ഞില്ല, സദ്യയും ലോസും. അതായത് സദ്യയും ലോസും തമ്മിലൊരു മാച്ചും ഇല്ല, രണ്ടൊരു വിരോധാഭാസം എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഓക്സിമോറൻ എന്ന് പറയുന്നത്. ഒരിക്കലും മാച്ച് ആവാത്ത രണ്ടാണ്, അതായത് സദ്യയും ലോസും. ഹിയർ ദ സ്പീക്കർ മീൻ ദാറ്റ് ദ സ്പീക്കർ ഹാഡ് മെനി ഫ്രണ്ട്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ നൗ ഡെഡ്. അതായത് അദ്ദേഹത്തിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ മരിച്ചുപോയി. അതാണ് ഇതിൻ്റെ ഒരു മീനിങ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ ലയേഴ്സ് എന്ന് പറയുന്ന ഒരു കവിതയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്, ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. വീണ്ടും അവരുടെ ഫിഗർ ഓഫ് സ്പീച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഫിഗർ ഓഫ് സ്പീച്ച് വരുന്നത് മെറ്റോണമിയാണ്. അപ്പം നമുക്ക് നോക്കിയാൽ ലെൻഡ് മീ യുവർ ഇയേഴ്സ്, ലെറ്റ് മീ യുവർ ഇയേഴ്സ്. അതായത് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇയേഴ്സ് എന്ന് പറയുന്നത് കേൾവിയായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അതായത് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് മെറ്റോണമി വിച്ച് മീൻസ് എ തിങ് ഓർ കോൺസെപ്റ്റ് റെഫേർഡ് ടു ബൈ എനി നെയിം ഓർ സംതിങ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് തിങ് ഓർ കോൺസെപ്റ്റ്. അതായത് ഇവിടെ ഇയർ എന്ന് പറഞ്ഞാൽ കേൾവിയായിട്ടാണ് അവർ പറഞ്ഞത്. അത് ഒന്നിനൊന്നുകൊണ്ട് റിലേറ്റ് ചെയ്തവർ പറയാം. അപ്പോൾ അതാണ് ഈ മെറ്റോണമി എന്നുകൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് വിലനൻ? ഗീവ് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ വിലനൻ എന്താണെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് എ 19-line poetic form ആൻഡ് ഇറ്റ് ഹാസ് ഓൺലി 2 rhymes. അതായത് 19 ലൈൻ്റെ ഒരു പോയറ്റിക് ഫോമാണ്. പിന്നെ അതിൽ ആകെ 2 റൈംസേ ഉള്ളൂ. പിന്നെ അതിലുള്ള എന്താ വെച്ചാൽ ഇറ്റ് ഹാസ് 5 tercets ഫോളോഡ് ബൈ എ ക്വാർട്ടറൈൻ. ഒരു ക്വാർട്ടറൈനേ ഉള്ളൂ. ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ലൈൻ ഓഫ് ദ ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് എ റിപ്പീറ്റഡ് ആൾട്ടർനേറ്റീവ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് സബ്സിക്വൻറ്റ് സ്റ്റാൻസ. അതായത് ഫസ്റ്റത്തെ സ്റ്റാൻസയിൽ വരുന്ന ഫസ്റ്റ് ലൈനും പിന്നെ തേർഡ് ലൈനും പിന്നെ ഒന്നിടവിട്ട് വരുന്ന ആ ഒരു ലൈൻസ്, ആ ഒരു പോയം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതാ ഒരു കവിതയിൽ ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദ ഗുഡ് നൈറ്റ്, ആ ഒരു പോയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമന്റ് ഓൺ ദ ക്ലോസിംഗ് ലൈൻ ഓഫ് ദ പോയം ടു നൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോയത്തിൻ്റെ ക്ലോസിംഗ് ലൈൻസ് മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഒരു പ്രണയത്തെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹം ഈ ഒരു രാത്രിയിൽ ഇനി അദ്ദേഹം ഇങ്ങനെ വിഷമിക്കില്ലേ, അതാണ് ഇതിൽ ക്ലോസ് ലൈൻ. ദ സ്പീക്കർ സേസ് ദാറ്റ് ഹി വിൽ നോട്ട് ഗ്രീവ് എനി മോർ ഫോർ ഹിം ലോസ് ലവ്. അപ്പോൾ അദ്ദേഹം ഒരു നഷ്ടപ്പെട്ട ഒരു പ്രണയത്തെ കുറിച്ചിട്ട് അദ്ദേഹം ഇനി ദുഃഖിക്കില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ബിലോവഡ് കമ്പയർഡ് ടു ദ നറേറ്റർ ഇൻ ഷേക്സ്പിയേഴ്സ് പോയം? അത് ഈ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഷേക്സ്പിയേഴ്സ് പോയത്തിനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബിലൗഡിനെ എന്തുമായിട്ടാണ് ഒരു ഷേക്സ്പിയർ കമ്പയർ ചെയ്യുന്നത് എന്നാണ്. അതിൻ്റെ ആൻസർ നമുക്ക് ആ ടൈറ്റിൽ തന്നെ കാണാം. ദ ബിലവേർഡ് ഈസ് കമ്പയർഡ് ടു ദ സമ്മേഴ്സ് ഡേ. ബിലവേർഡ് കമ്പയർ ചെയ്തത് എന്തുകൊണ്ടാണ്? സമ്മേഴ്സ് ഡേ ആണ്. സമ്മേഴ്സ് ഡേ കൊണ്ടാണ്. ഹി ഹൗവർ സേസ് ദാറ്റ് ഷീ ഈസ് ലവർ ദാൻ ദ സമ്മേഴ്സ് ഡേ. പിന്നെ അദ്ദേഹം പറയുന്നത് സമ്മേഴ്സ് ഡേ ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ആ ഒരു അവളെന്ന് പറയുന്നത്, ലവർ എന്ന് പറയുന്നത് സമ്മേഴ്സ് ഡേ കാട്ടിങ് ഭയങ്കര ലവ്ലിയാണ് എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് മദേഴ്സ് ടു സൺ എന്ന് പറയുന്നൊരു പാഠത്തിനാണ്. വാട്ട് കൈൻഡ് ഓഫ് മദർ ഈസ് പോർട്രേറ്റഡ് ഇൻ ദ മദർ ടു സൺ എന്ന് വെച്ചാൽ മദർ ടു സണ്ണിൽ പറയുന്നത് വെച്ചാൽ ഒരു ലവിങ് മദറിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ പോർട്രേറ്റ് ഇരിക്കുന്നത് മദർ ഈസ് ലവബിൾ ആൻഡ് ഹാർഡ് വർക്കിംഗ്. മദർ ഭയങ്കര ലവബിൾ ആണ്, പിന്നെ ഹാർഡ് വർക്കിംഗും ആണ്. പിന്നെ ഇതിൽ പറഞ്ഞെന്താ വെച്ചാൽ ഷീ ആസ്ക് ഹർ സൺ ടു ഫോളോ ഹർ പാത്ത് ടു സക്സീഡ് ഇൻ ലൈഫ്. അതായത് അമ്മ പോയ പോലെ തന്നെ അമ്മയുടെ ഒരു ഹാർഡ് വർക്കിംഗ്, അതേപോലെ അമ്മയുടെ ഒരു ലവിങ് ക്യാരക്ടർ തന്നെ സണ്ണും ഫോളോ ചെയ്യണമെന്ന് അവൾ പറയുന്നുണ്ട്. ഒരു ഹാർഡ് വർക്കിംഗ് ഒക്കെ ആവണം സൺ എന്ന് മദർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാർഡ് വർക്കിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അമ്മ മകനോട് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ആർ ദ സ്റ്റോൺ മൈൻസൺസ് റൊമാൻറ്റിസൈസ്ഡ് ഇൻ ദ പോയം സ്റ്റോൺ മൈൻസസ് മൈ ഫാദർ ആൻഡ് മീ? അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോൺ മൈൻസസ് ആൻഡ് മൈ ഫാദർ ആൻഡ് മീ എന്ന് പറയുന്നൊരു കവിതയില്ലേ, സ്റ്റോൺ മൈൻസസിനെ റൊമാൻറ്റിസൈസ് ചെയ്യാൻ കുറേ ലൈൻസ് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ വരികൾ വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. They make stones in dream, they create flowers out of stones, they incentimate stones and they mix blood with stones. അതായത് ദേ മേക്ക് സ്റ്റോൺസ് ഇൻ ഡ്രീം, അതായത് അവർ കല്ലുകളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു. ആൻഡ് ദേ മേക്ക് ഫ്ലവേഴ്സ് ഔട്ട് ഓഫ് സ്റ്റോൺസ്, അതായത് അവർ ഫ്ലവേഴ്സ് സ്റ്റോണിൽ നിന്ന് നിർമ്മിക്കുന്നു. ദേ ഇൻസ്റ്റിമേറ്റ് സ്റ്റോൺസ് ആൻഡ് ദേ മിക്സ് ബ്ലഡ് വിത്ത് സ്റ്റോൺ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ ഈ ഒരു കവിതയിൽ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ എക്സ്പ്രഷൻ നൊസ്റ്റാൾജിക് ലവ് ഇൻ ദ പോയം ഹോംവേർഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഹോംവേർഡ് എന്നാണ്. അപ്പോൾ അതിൽ പറയുന്ന എക്സ്പ്രഷനാണ് നൊസ്റ്റാൾജിക് ലവ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ലിറ്റററി നോക്കുകയാണെങ്കിൽ ഗാരി എന്ന് പറഞ്ഞൊരു മദർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഗാരി എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ഫുഡാണ്, പ്രിപ്പയർഡ് ബൈ ഗ്രാൻഡ് മദറാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ nostalgic lamb literally refers to a piece of gari, a kind of food prepared by her grandmother. It's a metaphor for the life and culture of Nigeria. അപ്പോൾ ഇതൊരു മെറ്റഫറായിട്ട് നമുക്ക് എടുക്കാം. മെറ്റഫർ ഫോർ ദ ലൈഫ് ആൻഡ് കൾച്ചർ, അത് നൈജീരിയയിലെ ഒരു കൾച്ചറിലൊരു ലൈഫൊക്കെ ആയിട്ടാണ് ഇത് കോൺട്രാക്ട് ചെയ്യുന്നത്. ഷീ നൊസ്റ്റാൾജിക് അബൌട്ട് ഇറ്റ്, അതായത് ഗ്രാൻഡ് ബ്രദറും ഈ സ്ത്രീ എന്ന് പറയുന്നത് നൊസ്റ്റാൾജിക്കിൻ്റെ ബേസിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നൈജീരിയയിലെ ഒരു കൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മദർ ഉണ്ടാക്കുന്നത്. അപ്പോൾ തികച്ചും അതേപോലെ തിരിച്ച് ആ ഒരു കൾച്ചറിലേക്ക് പോകാൻ പറ്റില്ല എന്ന് ഈ ഒരു മദറിന് അറിയാം. അറ്റ് ദ സെയിം ടൈം റിയലൈസിങ് ദാറ്റ് മോസ്റ്റ് ഇമ്പോസിബിൾ ഫോർ ഹർ ടു ഗെറ്റ് ബാക്ക് ഇൻ ഇറ്റ്, അതായത് ആ കൾച്ചറിലേക്ക് പോകാൻ ഇനി സാധിക്കില്ല എന്ന് ആ ഗ്രാൻഡ് മദറിന് അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമൻറ്റ് ഓൺ ദ ലൈൻസ് ലോൺലി ഹാസ് ഷെപ്പേർഡ് ഇൻ ദ പോയം ചൈൽഡ്ഹുഡ്. അപ്പോൾ നെക്സ്റ്റ് ഒരു പോയത്തിൽ നിന്നുള്ള ലൈൻസിനെ കുറിച്ച് കമൻറ്റ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇറ്റ്സ് എ സിമിലി. അപ്പോൾ ഇതൊരു സിമിലിയാണ്. ലോൺലി ആസ് എ ഷെപ്പേർഡ് എന്ന് പറയുന്നത് ഒരു സിമിലിയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ സിമിലി എന്ന് പറഞ്ഞാൽ ലൈക്ക് ആൻഡ് ഹാസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു വരികളാണ് സിമിലി എന്ന് പറയുന്നത്. ലോൺലി ആസ് ഷെപ്പേർഡ്, അപ്പോൾ അതൊരു സിമിലിയാണ്. ഹിയർ ദ പോയറ്റ് കമ്പയറിങ് ഹിംസെൽഫ് ആസ് എ ഷെപ്പേർഡ്. പറഞ്ഞു വെച്ചാൽ ഷെപ്പേർഡ് എന്ത് തരം ഷെപ്പേർഡാണ്? ഹു ടേക്സ് ഹിസ് ഷീപ്സ് ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ് വേർ ഹി സിറ്റ് അലോൺ. അതായത് ഈ ഒരു ഷെപ്പേർഡ് ഒരുപാട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഷീപ്പിനെ ആടിനെ മേയ്ക്കാൻ പോകുക. അപ്പോൾ ആ സമയത്ത് അത്രയും നേരം ഒരു ഷെപ്പേർഡ് അലോൺ ആണ്, അവരുടെ മേയിച്ച് കൊണ്ടുവന്നവർ അത്രയും ഒറ്റയ്ക്കായിരിക്കും ഈ ഷെപ്പേർഡ് ഇരിക്കുക. അപ്പോൾ ആ ഒരു ലോൺലെസ് നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഹാസ് എന്ന് പറയുന്നത്. സിമിലി ആയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹിയർ ദ പോയസ് കമ്പയർസ് ഹിംസെൽഫ് വിത്ത് ദ ഷെപ്പേർഡ് ഹു ടേക്സ് ഷീപ്പ് ഡിസ്റ്റൻസ് പ്ലേസസ് വേർ ഹി ഈസ് അലോൺ. അപ്പോൾ അത്രയാണ് എൻ്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് ദ ലവർ റിക്വസ്റ്റ് ദ ലേഡി നോട്ട് ടു ഷെഡ് ടീയേഴ്സ് ആൻഡ് സിങ് ഇൻ ദ പോയം എ വാലിഡിഷൻ ഫോർ ഫോർബിഡൺ മോർണിംഗ്? അതായത് ഈ ഒരു പോയത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലവറിൻ്റെ അടുത്ത് ഒരിക്കലും കരയരുതെന്ന് പറയുന്നത് കാരണം? അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ബിക്കോസ് ഇറ്റ്സ് ദ ഓർഡിനറി പീപ്പിൾ ഹു ഷെഡ് ടീയേഴ്സ്, അതായത് സാധാരണക്കാരനായ ആൾക്കാരാണ് ഈ കരയണതൊക്കെ. വെൻ ദ ഡിപ്പാർട്ട്, അതായത് ഒരു വിഷമം വരുമ്പോൾ പെട്ടെന്ന് കരയുന്നവരൊക്കെ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന്മാരാണ്. ദ ലവ് ഇസ് ഫിസിക്കൽ വൈൽ ദ ലവ് ബിറ്റ്വീൻ ദ സ്പീക്കർ ആൻഡ് ഹിസ് ബിലവഡ് സ്പിരിച്വൽ. ഇവിടെ പറഞ്ഞു വെച്ചാൽ ബാക്കി സാധാരണ ആൾക്കാരെ പറഞ്ഞാൽ അവർ ദയർ ലവ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ്, അത് ഫിസിക്കലി അവർ സെപ്പറേറ്റ് ആകുമ്പോൾ അവരുടെ ഒരു അറ്റാച്ച്മെൻറ്റ് പോകും. അപ്പോൾ അത് അങ്ങനെയുള്ള സാധാരണക്കാരുള്ള ഒരാളല്ലോ അവരെന്ന് പറഞ്ഞാൽ സ്പിരിച്വലി എന്താണ് അപ്പോൾ റിലേഷനാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കരയാൻ പാടില്ല, സാധാരണ കോമൺ മാനാണ് കരയുക. അപ്പോൾ നമ്മൾ കരയാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡെഡിക്കേഷൻ ഓഫ് ദ പോയം വിത്തൗട്ട് ടൈറ്റിൽ? ഇവിടെ വിത്തൗട്ട് ടൈറ്റിൽ ഒരു പോയത്തിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് ഡെഡിക്കേഷനാണ് വരുന്നത്. ദ ഡെഡിക്കേഷൻ സേസ് ദാറ്റ് മൈ ഫാദർ ഹു ലീവ്ഡ് വിത്തൗട്ട് സെറിമണി, അതായത് ഇറ്റ് ഷോസ് ദ ലവ് ഓഫ് ഫാദർ. അതായത് സ്പീക്കറിന് ആ ഒരു ചോക്സി ആ ഒരു ഇന്ത്യൻ ആ ഒരു ഫാദറിൻ്റെ അടുത്തുള്ള ഒരു ലവ് ആണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ദ ഡെഡിക്കേഷൻ സേസ് ഫോർ മൈ ഫാദർ ഹു ലീവ് വിത്തൗട്ട് സെറിമണി, അതായത് അച്ഛൻ ഒരു ബഫലോ സോങ് നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണത്. അതായത് ഒരു ബഫലോ സോങ് പോലും ഇല്ലാതെ ഫാദർ അത്രയും സാക്രിഫൈസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഫാദറിനോടുള്ള ഒരു സ്പീക്കറിൻ്റെ ലവാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വരുന്നത്. ആ ഒരു വിത്തൗട്ട് ടൈറ്റിലിൻ്റെ ആ ഒരു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും. ദ ഡെഡിക്കേഷൻ സേസ് ഫോർ മൈ ഫാദർ ഹു ലീവ് വിത്തൗട്ട് സെറിമണി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമൻറ്റ് ഓൺ ദ ലൈൻ ബെറ്റർ ഐ ഹാഡ് സ്വീൻ
ഫ്രം ദ എൻഡ് ഓഫ് എ റോപ്പ് ലൈക്ക് എ ഫ്ലാഗ്. അതായത് ഇതെന്ന് പറയുന്നത് സം അഡ്വൈസസ് ടു ദോസ് ഹു വിൽ സെർവ് ടൈം ഇൻ പ്രിസൺ. അപ്പോൾ ഒരു പോയത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ സ്പീക്കർ എന്താ പറഞ്ഞു വെച്ചാൽ ഈ ഒരു ജയിലിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കണേക്കാട്ടി നല്ലത് മരിക്കണതല്ലേ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരിക്കലും തോന്നരുതെന്ന് ഒരു അഡ്വൈസായിട്ടാണ് ഈ ഒരു പോയറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ടൈം ഇൻ പ്രിസൺ, ഒരുപാട് പേര് ഇങ്ങനെ പ്രിസണിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് സൂസൈഡ് ചെയ്യാനൊക്കെ തോന്നും. അപ്പം അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുതെന്നുള്ള അഡ്വൈസാണ് ഇതിൽ പറയുന്നത്. സ്പീക്കർ ഈസ് ടെല്ലിങ് ദ പ്രിസണേഴ്സ് ഹു ഹാവ് ബീൻ ഇൻ ദ പ്രിസൺ ഫോർ 10 or 15 years. അതായത് 10-15 കൊല്ലമൊക്കെ ജയിലിൽ കിടന്ന ആൾക്കാർക്ക് ഇങ്ങനെ എന്തും തോന്നും. അപ്പം അങ്ങനെ ഒരിക്കലും ആലോചിക്കരുതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹാർഡ് ഡ്രൈവ് ആൻഡ് സോഫ്റ്റ് ഡ്രൈവ്? ഈ ഹാർഡ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ലൈക്ക് ക്രൈം ടൈം, ലൈക്ക് ക്രൈം ടൈം, അതായത് ക്രൈമിലൂടെ ഐ കാണും, അതേപോലെ ടൈമിൽ ഐ, അതേപോലെ ക്രൈമിൽ ഇ വരും ലാസ്റ്റ്, അതേപോലെ ടൈമിലും ഇ വരുന്നുണ്ട്. അപ്പോൾ അത് ഹാർഡ് ഡ്രൈവ് ഈസ് എ റൈം ഇൻ വിച്ച് ദ ഫൈനൽ ആസണന്റ് വൗവൽ ആൻഡ് ഓൾ സക്സീഡിങ് കോൺസണൻസ് ആർ ഐഡൻറ്റിക്കൽ. അതായത് ആ ഒരു ഐ എന്നുള്ള ഒരു ഇതും പിന്നെ ഇൻ എന്നുള്ള ഒരു ഐഡൻറ്റിക്കലായിട്ടുള്ള ഒരു വേർഡ്സ് ലൈക്ക് ക്രൈം ആൻഡ് ടൈം. അപ്പോൾ അതാണ് ഇവിടെ ഹാർഡ് ഡ്രൈവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൗവലും കോൺസണൻറ്റ് സൗണ്ട്സും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ അത് ഹാർഡ് ഡ്രൈവ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഡ്രൈവ്. വൈൽ ഇൻ സോഫ്റ്റ് ഡ്രൈവ് ദ സ്ട്രെസ് സിലബിൾ ഓഫ് ദ എൻഡിങ് കോൺസണൻറ്റ് മാച്ച് ഹൗവർ ദ പ്രൈസിങ് വൗവൽ സൗണ്ട്സ് ഡു നോട്ട് മാച്ച്. അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എൻഡിങ് സെയിം ആയിരിക്കും, പക്ഷേ ഒരു ഇതിലിപ്പോൾ നടുക്കത്തെ ഒരു ഇതില്ലേ അത് സെയിം ആയിരിക്കില്ല എന്നാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഗസൽ? ഗസൽ എന്ന് പറഞ്ഞാൽ നമുക്കും അറിയാമല്ലോ, മെയിനായിട്ടും ലവ് ആൻഡ് സഫറിങ് ആണ് അതിൽ പറയുന്നത്. പിന്നെ അതിൽ വരുന്നത് ഇറ്റ് ഈസ് എ 7th century പേർഷ്യൻ പോയറ്റിക് ഫോം. എന്നുവെച്ചാൽ 7th century ഒരു പേർഷ്യൻ പോയറ്റിക് ഫോമാണ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് കപ്ലെറ്റ്സ്. ഇറ്റ് മേ ഹാവ് 6-7 കപ്ലെറ്റ്സ്. 6 മുതൽ 7 കപ്ലെറ്റ്സ് വരെ ഒരു ഗസലിലുണ്ടായിരിക്കും. അപ്പം പിന്നെ പറയുന്നത് വെച്ചാൽ ഗസലിൽ മെയിൻലി ലവ് ആൻഡ് സഫറിങ് ഒക്കെയാണ് കുറിച്ച് പറയുന്നുണ്ടാവുക. അപ്പോൾ ഇതൊരു പേർഷ്യൻ പോയറ്റിക് ഫോമാണ്, മറക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇതിന് ആൻസർ മാക്സിമം ഒരു 1.5 പേജ് എഴുതുക, അല്ലെങ്കിൽ ഒരു പേജ്, മാക്സിമം ഒരു 1.5 പേജ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ആൻസേഴ്സായിട്ട് ഞാൻ പറയുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഒരു പോയിൻറ്റ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഒരു പേപ്പർ എന്തെങ്കിലും എടുത്ത് നോട്ട് ചെയ്ത് കേട്ടോ. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ എഴുതി പോയി കുറേ ഭയങ്കര ബോറാവും. കാരണം ഞാൻ ജസ്റ്റ് പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാം, നിങ്ങൾക്കത് നോട്ട് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Who stooped to blame the soft of truffling? What does it tell you about the speaker? അപ്പോൾ ഇത് വരുന്നത് വെച്ചാൽ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്ന ഒരു ഇതെന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്ന ഒരു ഇതെന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ നമ്മുടെ ഡ്യൂക്കിനെ സില്ലി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലൊക്കെയാണ് ഇതിൽ പറയുന്നത് വെച്ചാൽ ഡ്യൂക്കിനെ സംബന്ധിച്ച് സില്ലി ആയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ അറഗൻറ്റും ഈഗോയൊക്കെ അടിക്കുന്ന ഒരാളാണ് നമ്മുടെ ഡ്യൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീക്കറിനെ കുറിച്ചാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈഗോയും അറഗൻറ്റൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഡ്യൂക്കാണ് പറയുന്നത്. അത് ഈ കല്യാണം ആലോചിക്കാൻ വേണ്ടി വരുന്നവർ ഇവിയോടാണ് ഇത് പറയുന്നത്. അപ്പോൾ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അറഗൻ്റാണ്, സ്പീക്കറിന് ഭയങ്കര ഈഗോയാണ്. അതായത് പ്രത്യേകിച്ച് ഏറ്റവും ഈഗോ വരാനുള്ള കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വൈഫ് എല്ലാ ചെറിയ കാര്യങ്ങൾക്കൊക്കെ താങ്ക് യു പറയുക, അതേപോലെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് അപ്പോൾ ഭയങ്കര താങ്ക്ഫുള്ളാണ് വൈഫ്. ഈ ഒരു സ്വഭാവം നമ്മുടെ ഡ്യൂക്കിന് തീരെ ഇഷ്ടമല്ല. ഡ്യൂക്കിന് ഇഷ്ടമല്ല വെച്ചാൽ അത് ഡയറക്റ്റായിട്ട് ഒരു വൈഫിൻ്റെ അടുത്ത് പറയാനും നമ്മുടെ ഡ്യൂക്കിന് ഒരു മടി. അതായത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിനെ ബാധിച്ച കാര്യമല്ല. അതായത് ഇപ്പോൾ ഒരു വൈഫിൻ്റെ അടുത്ത് ഇങ്ങനെ പറയരുത്, ഒരിക്കലും താങ്ക്ഫുൾ ചെറിയ കാര്യങ്ങൾക്ക് താങ്ക് യു പറയരുത്. ഇതൊന്നും ഒരു ഡ്യൂക്കിനെ സംബന്ധിച്ച് ഒരു പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസിന് ഒട്ടും യോജിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ഡ്യൂക്കിൻ്റെ ഒരു ഈഗോയും അരഗൻസൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ അത് മെയിനായിട്ട് ഇതിൽ മനസ്സിലാക്കുക. അതാണ് ഇതിൻ്റെ ഒരു അർത്ഥമായിട്ട് മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ഹിസ് ഈഗോ ഡിഡ്ന്റ് അലൗ ഹിം ടു ലോവർ ആൻഡ് സേ ദാറ്റ് യു വാണ്ട് ടു ചേഞ്ച് ഹൗ ബിഹേവ്. അതായത് അത്രയും ടോളറേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്ത് കില്ല് ചെയ്തോളാനെ കൊന്നു കളഞ്ഞു. ഇതിലൊരു വേർഡ് പറയുന്നുണ്ട്, ഗിവ് കമാൻഡ് ആൻഡ് ഓൾ ഹെർ സ്മൈൽ സ്റ്റോപ്പ് ടുഗെദർ. ആ ഒരു വരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ ആ ഒരു ഈഗോ ആണ് പറയുന്നത്. അത്ര അറഗൻ്റ് ക്യാരക്ടറാണ് ഡച്ചസ്. അദ്ദേഹത്തിൻ്റെ വൈഫിനെ അദ്ദേഹം കൊന്നു കളഞ്ഞു. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങളുടെ ഇത്തിരി യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് അപ്പോൾ ആൻസറിലേക്ക് പോകും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദം ഓഫ് ദ പാഷനേറ്റ് ഓഫ് ലവ്. ഒന്ന് ഐ ആം യുവർ മാൻ എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ്. ഒരു പാഷനേറ്റ് ആണ്. ഹിയർ ദ സ്പീക്കർ ഈസ് സോ പാഷനേറ്റ് ദാറ്റ് ഹീ ഈസ് റെഡി ടു ഡു വാട്ട് എവർ ഹിസ് ലവ് വാണ്ട് ടു ബി ഡു. പിന്നെ അവിടെ ഒരു സെക്ഷൽ ഒരു സ്റ്റിമുലേഷനൊക്കെയാണ് വരുന്നത്. ദ വേർഡ് ക്രൗഡ് ഫോളിങ് ഹൗ എന്ന വേർഡൊക്കെ പറയുന്നുണ്ട്. ഹി ഫീൽ ലൈക്ക് എ സെക്ഷാലിറ്റി. അത് ലവ് എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ വേണ്ടി അദ്ദേഹം റെഡിയാണ്. ഇതിൽ പിന്നെ മെയിനായിട്ട് ഒരു പാഷനേറ്റ് ലവിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ഒരു ക്രൗഡ് ലവ് ആൻഡ് ടിയർ, ഇതൊക്കെ ഒരു സെക്ഷൽ സ്റ്റിമുലേഷൻസ് ഒക്കെയാണ് ഇതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ പോയം ദ ലെയേഴ്സ് ആസ് എ മെറ്റഫോർ ഫോർ ദ ജേർണി ഓഫ് ലൈഫ്. അപ്പോൾ അതിൽ ഈ ലെയേഴ്സ് എന്ന് പറയുന്നൊരു പോയത്തിൽ മെറ്റഫർ ജേർണിയെ കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പോയത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം ലൈഫ് ഈസ് എ ജേർണി. ലൈഫ് എന്ന് പറയുന്നൊരു യാത്രയാണെന്ന് വെച്ചാൽ ലൈഫ് നോട്ട് ലീനിയർ ഓർ സ്ട്രെയിറ്റ്. ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ഒരു ഇതല്ല, നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ, ഒരു ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവും. നോട്ട് ലീനിയർ ഓർ സ്ട്രെയിറ്റ്, ഇറ്റ് ഈസ് എ ലെയേഴ്സ്. അത് പല ഡിഫറെൻറ്റ് ആസ്പെക്റ്റിലുണ്ടാവും. ഒരുപാട് ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടായിരിക്കാം. പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അതായത് ഒരാൾക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല മറ്റേ ലൈഫിലുണ്ടാവും. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് എക്സ്പീരിയൻസ് ഒക്കെ ഓരോരുത്തർക്കും ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആയിരിക്കാം ഉണ്ടാവുക ലൈഫിൽ. അപ്പോൾ ഒരു ഫ്യൂച്ചറിൽ പറയുമ്പോൾ നമുക്കൊന്നും പ്രതീക്ഷിക്കാനും പറ്റില്ല. ഒരു അപ്പ് ഉണ്ടായാൽ എന്തായാലും ഒരു താഴ്ച ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, വൺ ഷുഡ് ബി പ്രിപ്പയർഡ് ടു ആക്സെപ്റ്റ് വാട്ട് എവർ ഇൻ ദ ലൈഫ്. അതായത് ലൈഫിൽ എന്തുണ്ടായാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം മനസ്സുകൊണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇവിടെ ലീനിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നേരത്തെ ഒരു ലൈഫ്, അതായത് ജസ്റ്റ് ലീനിയർ അല്ല, അത് വെച്ചാൽ ലെയേഴ്സാണ്. വെച്ചാൽ ഒന്നിന് പിറകെ ഒന്നായിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഒരു ലെയേഴ്സ് പോലെയാണ്, ഒരിക്കലും ലീനിയർ അല്ല. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ഫ്യൂച്ചറിൽ എന്തുണ്ടായാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ വരിക. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ മാക്സിമം ഒരു പേജ് 1.5 പേജൊക്കെ ആയിട്ട് എഴുതുക. ജസ്റ്റ് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ, നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചിരിക്കാൻ എഴുതാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ബി ഡ്രങ്ക് എന്ന് പറയുന്ന ഒരു കവിതയിൽ ഇമാജിനറിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഇമാജിനറി കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിൽ പറയേണ്ടത്. ഇവിടെ ലൈഫ് എന്ന് പറയുന്നത് ഇൻടോക്സിക്കേറ്റ് ആണ്. ഞാൻ എഴുതിയത് കുറച്ച് ഇതായത് ലൈഫ് ഇൻടോക്സിക്കേറ്റ്, ലൈഫിനൊരു ഇൻടോക്സിക്കേറ്റ് ആണ് കണ്ടിരിക്കുന്നത്. വൺ ക്യാൻ ബി ഡ്രങ്ക് ഇൻ എനിത്തിങ് ലൈക്ക് പോയട്രി, വൈൻ, എക്സെട്ര. ലൈഫിൽ എന്തുണ്ടായാലും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടായാലും നമ്മളത് മറന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കണം. അതൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു ലൈൻസിൽ. യു ക്യാൻ ബി ഡ്രങ്ക് വിത്ത് വൈൻ, യു ക്യാൻ ബി ഡ്രങ്ക് വിത്ത് പോയട്രി. ഓക്കെ, അതായത് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ ബാഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻഗേജ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ അതിൽ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ ടൈം ഈസ് കൺസിഡേർഡ് ആസ് എ എനിമി. ടൈമിനൊരു ശത്രുവായിട്ട് ഇവിടെ നോക്കാം. ടൈം ഈസ് കൺസിഡേർഡ് ആസ് എ എനിമി. പിന്നെ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ടൈം മേക്സ് എസ് ഓൾഡർ. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. ലൈഫ് ഈസ് വെരി ഷോർട്ട് എന്ന് നമുക്കിതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്കിങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമൻറ്റ് ഓൺ ദ ചേഞ്ചിങ് മൂഡ്സ് ഇൻ ദ മിൽട്ടൺ സോണറ്റ്സ്. സോണറ്റ്സ് എന്ന് ചേഞ്ചിങ് മൂഡ്സിന് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആ ഒരു ചേഞ്ചിങ് മൂഡ് നമുക്കറിയാവുന്നതാണ്. പോയിറ്റിനെ കണ്ണ് കാണുന്ന സമയത്തും കാണാത്ത സമയത്തും. പോയിറ്റ് ഷോസ് ദിസ് കണ്ടീഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹിസ് ഐസൈറ്റ്. അതായത് അദ്ദേഹത്തിന് കണ്ണ് കാണുന്ന സമയത്ത്, വിഷൻ കാണുന്ന സമയത്ത് അദ്ദേഹം ഗോഡിൻ്റെ ഒരു സർവീസ് ഒന്നും ചെയ്തില്ല. പക്ഷേ കാഴ്ച പോയതിന് ശേഷം അദ്ദേഹം വെറീഡ് ആവുകയാണ്. അതായത് ഗോഡിൻ്റെ ഒരു സർവീസിനെ കുറിച്ചിട്ട് ഗോഡ് ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് സേർവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വറീഡ് ആവുകയാണ്. ഹി വറീഡ് ദാറ്റ് ഗോഡ് വിൽ പണിഷ് ഹിം ഫോർ നോട്ട് യൂസിങ് ഹിസ് ടാലൻറ്റ്. അത് ഒരു ടാലൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പോലെ ഈ വിഷയം പോയപ്പോൾ, കാഴ്ച പോയപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സർവീസ് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നിയിട്ട് അദ്ദേഹം വറീഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോയത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാണ്. പിന്നെ അദ്ദേഹം റിയലൈസ് ചെയ്യാണ്. നമുക്ക് എൻഡിൽ കാണാവുന്ന ഒരു റിയലൈസേഷൻ എന്താ വെച്ചാൽ പോയിറ്റിനെ അറിയാം, അത് ഇത്രയും ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഗോഡ് ഒരിക്കലും ഒരു പോയം എഴുതാത്തതിന് ഇങ്ങനെ പണിഷ് ചെയ്യില്ല എന്നൊരു റിയലൈസേഷനിൽ എത്തുകയാണ് നമ്മുടെ പോയിറ്റ്. അപ്പോൾ ലാസ്റ്റ് ആ ഒരു റിയലൈസേഷനാണ് ആ ഒരു ലൈനിൽ വരുന്നത്, ഒരു തിരിച്ചറിവ്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത് ഇൻസ്പയറൽ ആസ്പെക്ട് ഓഫ് മദർ ടു സൺ. അതായത് മദർ ടു സൺ എന്ന് പറയുന്നൊരു പോയത്തെ കുറിച്ചാണ്. നമുക്കറിയാം മദർ ടു സൺ എന്ന് പറയുന്നത് ഒരു ഇൻസ്പയർഡ് പോയറ്റാണ്. ഒരുപാട് ഇൻസ്പയറിങ് ചെയ്യുന്നതാണ്. അത് മദർ സണ്ണിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ലൈഫ് എന്ന് പറയുന്നത് ഈസി അല്ല. നമ്മൾ എല്ലാ ഡിഫിക്കൽട്ടീസും നമ്മൾ ഓവർകം ചെയ്ത് വരണം. ഇപ്പോൾ മദർ ഇവിടെ ഒരു ലവബിളാണ്, അതുപോലെ ഹാർഡ് വർക്കിംഗ് മദറാണ്, ഒരു ഹാർഡ് വർക്കിംഗ് വുമൺ ആണ് ഇവിടെ നമ്മുടെ മദർ എന്ന് പറയുന്നത്. ഹു വാണ്ട്സ് ഹെർ സൺ ടു സക്സീഡ് ബൈ ഫോളോയിങ് ഹെർ പാത്ത്. അതായത് മദറുടെ ഒരു ഫോളോയിലൂടെ പോന്നിട്ട് മകൻ ഒരു നല്ല രീതിയിൽ എത്തണം എന്ന് ഒരു ഇൻസ്പയർഡ് ആയിട്ടൊരു വേർഡ്സ് വരികയാണ് മദറിൻ്റെ ലൈഫിലുണ്ടായ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്
ഈ ഒരു പോയത്തിൽ മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട മെയിൻ പോയിന്റ് പറയുന്നത് പോയം ഈസ് ബേസ്ഡ് ഓൺ ഐഡിയ ഓഫ് ഹോപ്പ്. അത് ഹോപ്പിനെ കുറിച്ചാണ്. എൻകറേജ്മെൻറ്റ് ഓഫ് മൂവ് ഫോർവേഡ് ഇൻ ലൈഫ്. അതായത് എന്ത് പ്രശ്നം വന്നാലും ലൈഫിൽ നമ്മൾ മൂവ് ഫോർവേഡ് ചെയ്യണം, ഒരു ഹോപ്പ് വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ അത് നമ്മളൊരിക്കലും ഒക്കെ തരണം ചെയ്ത് വേണം നമ്മൾ ലൈഫിൽ പോകാൻ. അപ്പോൾ ഒരു ഹാർഡ് വർക്കിംഗ് ആൻഡ് ലവിങ് മദറിനെ കുറിച്ചാണ്, അതുപോലെ മദർ ഫേസ് ചെയ്ത ഒരുപാട് ഒബ്സ്റ്റക്കിൾസിനെ കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അപ്പോൾ എത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പോയിൻറ്റ്സ്. ഇനി നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് നമുക്ക് ഇൻട്രോ എഴുതാം, സമ്മറി എഴുതാം, പിന്നെ ഒരു പോയം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എസ്സേയുടെ അകത്ത് എഴുതാവുന്നതാണ്. നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കണം, നമ്മൾക്ക് എല്ലാം കൂടി എഴുതാൻ ഒരു ചാൻസാണ് ഈ ഒരു എസ്സേ പറയുന്നത്. അപ്പോൾ ഡിസ്കസ് ദ ലേബർലി ഡെം മേഴ്സി ബെല്ലാഡ്. ഇറ്റ് ഈസ് എ സിംഗിൾ സ്റ്റോറി. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, ഈ ഒരു സിംഗിൾ സ്റ്റോറീനെ കുറിച്ച് ഒരു എസ്സേ എഴുതാനാണ് അതിൽ വന്നിരിക്കുന്നത്. ബാലാഡിൻ്റെ ഒരു ഫീച്ചറാണ് അത് കേട്ടോ, അതായത് സിംഗിൾ സ്റ്റോറി ആയിരിക്കും. അപ്പോൾ മാക്സിമം നമ്മളിതൊരു നീട്ടി വരച്ച് കൊണ്ടുപോകും എന്ത് തരം കഥയാണെന്ന് എഴുതിയിട്ട്, അതേപോലെ ഇതിൽ സമ്മറി എഴുതിയിട്ട് ഇൻട്രൊഡക്ഷനൊക്കെ എഴുതിയിട്ട് നമുക്കിതിൽ ഈ ഒരു ഇതിൽ എഴുതിക്കൊണ്ടാവുന്നതാണ്, വലിച്ചു നീട്ടി എഴുതാവുന്നതാണ്. ഇതിനകത്ത് വരുന്ന കഥ എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് എ നൈറ്റ് ബ്യൂട്ടിഫുൾ അട്രാക്റ്റഡ് ബൈ എ ബ്യൂട്ടിഫുൾ വുമൺ. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നൊരു സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ മ്യൂസിക്കൽ ക്വാളിറ്റീസ് ഉണ്ട് ബെല്ലാഡിൻ്റെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ടൈപ്പ് ചെയ്ത് കേൾക്കാം. മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒരുവിധം